തനിക്കെതിരായ സംഘപരിവാർ പരാതികളിൽ ഭീതിയില്ലെന്ന് റാപ്പർ വേടൻ. തന്റെ ശൈലിയും പാട്ടും മാറ്റില്ല. സംസാര സ്വാതന്ത്ര്യമുള്ള നാടാണിത്. സംഘപരിവാറിന്റെ വിമർശനം അവർ മടുക്കുമ്പോൾ നിർത്തിക്കോളും. തന്നെ എതിർക്കുന്ന രാഷ്ട്രീയക്കാർ പോലും പിന്നീട് വിളിച്ച് പിന്തുണ അറിയിക്കാറുണ്ടെന്നും വേടൻ പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പൊ നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അതിൽ വേടനിങ്ങനെ വിടാതെ പിന്തുടരുകയാണ് സംഘപരിവാർ. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ അവർക്ക് മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല. അപ്പൊ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. കുഴപ്പമില്ല. അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്തിരിക്കും. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്തുണ്ടാവണമെന്ന് വെച്ചാൽ കാണാം. പുലിപ്പല് കൈവശം വെച്ച കേസിലെ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി വേടൻ കോടനാട് വനംവകുപ്പ് ഓഫീസിൽ ഹാജരായി. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഒരു കഞ്ചാവ് കേസിൽ തുടങ്ങിയതാണ്, ഇപ്പോൾ എത്രയോ നാളുകളായി ഇത് തന്നെയാണ് വിഷയം. ഈ കഞ്ചാവ് കേസിനും പുലിപ്പല്ല് കേസിനും ഒക്കെ അപ്പുറം വേടന്റെ പാട്ടും രാഷ്ട്രീയവും ശൈലിയും ഒക്കെയാണ് നിരന്തരം ഇപ്പോൾ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അത് RSS കൃത്യമായി നിരന്തരം പല നേതാക്കൾ വന്ന് വേടനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, വേടന് കൃത്യമായി എല്ലാത്തിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സാഹചര്യം, പ്രതികരണങ്ങൾ തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് RSSന് ഇത്രത്തോളം ഒരു വിമർശനം വേടനോട് എന്നുള്ളത് അതവിടെ ചോദ്യമായി നിൽക്കുകയാണ്. പക്ഷേ ഈ വിഷയങ്ങളോടൊക്കെ വേടൻ പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയം തന്നെയാണ്. എല്ലാവർക്കും വിമർശിക്കാൻ അധികാരമുണ്ട്, അവർ വിമർശിച്ചോട്ടെ, അതോടൊപ്പം അവർ മടുക്കുമ്പോൾ അത് നിർത്തിക്കോളും. അതേപോലെ താൻ തൻ്റെ പാട്ടും ശൈലിയും മാറ്റില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമൊക്കെ പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ഈ വിവാദം ഇങ്ങനെ ഒഴിയാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. ഇതിൽ വേടനെതിരെ എടുത്ത കേസ് ആദ്യം പോലീസ്, പിന്നീട് വനം വകുപ്പ് കൂടി അതിലേക്കെല്ലാം വരുന്നു. അത്തരം കേസിൻ്റെ മാനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ വേടനെതിരെ വരുന്ന വിമർശനങ്ങളും അതിനെ നേരിടുന്നവരുടെ ശൈലിയും രീതിയും എല്ലാം വരുമ്പോൾ ആ കേസിൽ നിന്നെല്ലാം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് മാറി തന്നെയാണ് ഇത് സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വേടൻ്റെ പാട്ടിലെ രാഷ്ട്രീയം അത് തിരയുന്ന ആ തിരക്കിലേക്ക് കേരളത്തിൽ ചിലരെങ്കിലും അത് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അതിലെ സ്പഷ്ടം. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ സംഘപരിവാർ അതിൽ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ വേടൻ്റെ ചിന്തയെയും പാട്ടിനെയും പറച്ചിലിനെയും എല്ലാം എതിർക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്ന ഒരു പൊതുവിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാൾ, അതായത് ഈ വേടൻ ഒരു മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകളെക്കുറിച്ചുള്ള വിശകലനങ്ങളിലേക്ക് വരുമ്പോഴെല്ലാം അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞത് ഈ ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന എൻ്റെ ആൽബം, അത് 4 വർഷം മുൻപ് വന്ന ഒരു ആൽബമാണ്. അതിലെ ഒരു പാട്ടാണ് ഇപ്പോൾ വിമർശന വിധേയമാകുന്നത്. ഇന്ന് വേടൻ പറഞ്ഞത് 4 വർഷം മുൻപേ പ്രതീക്ഷിച്ചിരുന്നൊരു കേസായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ അത് അന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴതുണ്ടാകുന്നു. അതിൽ തനിക്ക് ഒരു അത്ഭുതവുമില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ തലപ്പത്ത് നിന്ന് പല സംഘടനകളുടെ നേതാക്കളിൽ നിന്ന് തന്നെ ഈ വിമർശനങ്ങൾ വേടനെതിരെ വരികയും ചെയ്യുന്നുണ്ട്. അത് വളരെ രൂക്ഷമായിട്ട് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു ഭാഗം പിന്നെയും ആ രംഗത്ത് വരുന്നു. അത് പ്രധാനമായും CPM-ഉം ഇടത് സംഘടനകളും എല്ലാം തന്നെയാണ് അതിൽ പ്രധാന റോൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. എന്തായാലും ആ രീതിയിലേക്ക് ഇപ്പോൾ ചർച്ചകൾ മാറിയിരിക്കുന്നു എന്നതാണ്. വേടൻ്റെ പാട്ടിലെ രാഷ്ട്രീയവും പറച്ചിലും എല്ലാമാണ് ഇപ്പോൾ അതിൽ ഉരുത്തിരിയുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പല സംഗീത പരിപാടികൾ, ചിലതില്ലെങ്കിലും അവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. അത് വലിയ ചിലയിടത്തെങ്കിലും അത് ചെറിയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. അദ്ദേഹം ഇന്ന് പറഞ്ഞതുപോലെ തൻ്റെ സംഗീത പരിപാടികൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഈ കേസുകൾ മൂലമുള്ളൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് മറികടക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. തൻ്റെ വഴി ഇതാണ്, തൻ്റെ പറച്ചിലിതാണ്, തൻ്റെ എഴുത്ത് ഇങ്ങനെയാണ്, പാട്ട് ഇങ്ങനെയാണ്, അത് തുടരുക തന്നെ ചെയ്യും, ഒരു കാരണവശാലും അത് അവസാനിപ്പിക്കുകയില്ല, തൻ്റെ ശൈലി ഇത് തന്നെയാണ്, അതൊരു സാമൂഹ്യ വിമർശനമാണെങ്കിൽ അതങ്ങനെ തന്നെ തുടരും, അത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വേടൻ അത് വളരെ കൃത്യമായിട്ട് തന്നെ തൻ്റെ രാഷ്ട്രീയത്തിന് അടിവരയിട്ടുകൊണ്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പഴയ കേസുകളിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം പറയുന്നതിലെ പാട്ടിലെ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ പൊതുവിലേക്ക് ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്.
ഇന്നലൊരു പാലക്കാട് നിന്നുള്ള BJP നേതാവ് തന്നെയാണ് ഒരു പാട്ടിനെ ചൊല്ലി കേസ് നൽകിയിരിക്കുന്നത്. അത് പ്രധാനമന്ത്രി അപമാനിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ അതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ അവർക്കെതിരെ വക്താക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ വിമർശനം കേൾക്കുമ്പോൾ, അവർ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് ആ പാർട്ടിയിലെ രാഷ്ട്രീയം അവരെ ഏത് തരത്തിലാണ് അസ്വസ്ഥരാക്കുന്നത് എന്നുള്ളതാണ്. ഈ പരാതി പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇല്ല. ഈ പരാതിയിലൊക്കെ പിന്നെ പോലീസിനൊക്കെ ഇപ്പോൾ ഔദ്യോഗികമായി പരാതി നൽകുമ്പോൾ അതിലൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഏത് തരത്തിലാണ് ഒരാളുടെ കലയെ ഇത്രത്തോളം വിമർശിച്ചുകൊണ്ട് പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമില്ലേ? തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതിന് മറുപടി പറയേണ്ടതും ഈ സംഘപരിവാർ സംഘടനകൾ തന്നെയാണ്. അതിന് കൃത്യമായി മറുപടി അവർ ഏത് രീതിയിലാണ് അത് അസ്വസ്ഥമാക്കുന്നത്, അസ്വാരസ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ വേദനിപ്പിച്ചുവെങ്കിൽ അത് ഏത് രീതിയിലാണ് അവരെ അത് സ്പർശിച്ചത് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം വേടൻ പറയുന്നത് താനൊരു പൊതു സ്വഭാവത്തെ മുൻനിർത്തി രചിച്ച ഗാനങ്ങളാണ് അത് പറയുന്നത്. പക്ഷേ അതെങ്ങനെയാണ് ഇവർക്കെതിരെ ആകുന്നത് എന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനം സാധ്യമല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു അബദ്ധത്തിലേക്ക് എടുത്ത് ചാടിയോ എന്നൊരു സംശയം BJPയിൽ ഒരു ഭാഗത്തുണ്ട്. കാരണം പ്രത്യേകിച്ച് ആ ഒരു കേസ് NIAക്ക് നൽകിയ ഒരു പരാതി അത് ആ രീതിയിലായിപ്പോയോ, തിടുക്കം കൂടിപ്പോയി, എന്തിനെ അങ്ങനെ ഒരു പരാതിയിലേക്ക് നീങ്ങി എന്നൊരു ചിന്ത എന്തായാലും BJP നേതാക്കൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പരാതി നൽകിയ പ്രാദേശിക നേതാവിനെ തന്നെ അവരത് വിമർശിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. എന്നാലും ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം പറയേണ്ടത് ഈ പരാതി നൽകിയവർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊതു കാര്യത്തെ വിലയിരുത്തിക്കൊണ്ട്, സമൂഹത്തിലെ ഒരു അഴിമതി അത്തരം കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് രചിക്കപ്പെടുന്ന ഒരു ഗാനം അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് തന്നെ തന്നെയാണെന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിലേക്ക് എടുത്തു വരികയാണെങ്കിൽ എന്താണ് അവർക്ക് അതിൽ തോന്നിയത്, തങ്ങളെ വേദനിപ്പിക്കുന്നതായി എന്ത് തോന്നിയെന്ന് അവർ തന്നെ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പറയേണ്ടതാണ്. ഏതായാലും അത് തന്നെയാണ് അതിൽ പരാതി നൽകിയതിൽ തിടുക്കമുണ്ടായോ എന്നത് ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവിടെ തന്നെയാണ് ഉരുത്തിരിയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നത് തന്നെയാണ്. ഈ കാര്യങ്ങളിൽ വേടൻ പറയുന്നത് തനിക്ക് ഇത്തരം വിവാദങ്ങൾ തൻ്റെ ജനപിന്തുണ ഏറ്റുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം താൻ വളരെ കൃത്യമായി പറയുന്നൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു വിഭാഗം പേർക്കാണ് അത് മനസ്സിലാകാതെ പോകുന്നത് എന്ന് പറയുന്നു. എന്നാൽ അവരത് തുടർന്നോട്ടെ, തനിക്കതിൽ യാതൊരു പരിഭവവുമില്ല. അവർക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. തനിക്ക് പാടുവാനും പറയുവാനുള്ള സ്വാതന്ത്ര്യം പോലെ അവർക്ക് വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് മതിയാകുമ്പോൾ അവരത് അവസാനിപ്പിക്കട്ടെ എന്നാണ് വേടൻ പറയുന്നത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് വേടൻ നേരിടുന്ന ഈ വിമർശനങ്ങൾ, രാഷ്ട്രീയമായ ഒരു ചെറിയ വിഭാഗത്തിൽ നിന്ന് ഉയരുന്ന ഈ വിമർശനങ്ങൾ അത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നില്ല, അതൊന്നും വിലവെൽക്കുന്നത് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ ഷോകളെ അത് ബാധിക്കുന്നില്ല. ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനുമൊക്കെ എല്ലാ വേദികളിലേക്കും ഒഴുകി എത്തുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇവിടെ നിയമപരമായി നോക്കുമ്പോൾ ഇനി ഈ പുലിപ്പല്ലി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് വേടന് ഒരു വെല്ലുവിളി നിലനിൽക്കുന്നത്. അത് ഏത് തരത്തിൽ ഈ കേസിന് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ കേസിൽ ഇപ്പോൾ ജാമ്യ വ്യവസ്ഥയിലാണ് ഉള്ളത്. എങ്ങനെയാണ് ആ നിയമവഴികൾ മുന്നോട്ട് പോകുന്നത് ഡാനി? ഇപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ട്, ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ കോടനാട് റേഞ്ച് ഓഫീസർക്ക് മുൻപാകെ ഒപ്പ് രേഖപ്പെടുത്തി മടങ്ങേണ്ടത്. ഒപ്പം തന്നെ അനുമതികൾ വേണം മറ്റ് യാത്രകൾക്കും മറ്റും എന്നുള്ള ഇത് കൂടി വന്നിട്ടുണ്ട്. ഇതിൽ ഫോറൻസിക്കിൻ്റെ പരിശോധന, അതായത് ഈ പുലിപ്പല്ല് ആണോ എന്നത് സംബന്ധിച്ച്, പുലിനഖമാണോ എന്നെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും അതിൻ്റെ ഒരു അന്തിമ ഫലത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്കറിയാം ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് തിടുക്കപ്പെട്ടൊരു നടപടി ഉണ്ടായി എന്ന രീതിയിലുള്ള വിമർശനം വനം മന്ത്രിക്ക് തന്നെ ഉന്നയിക്കേണ്ടി വന്നിരുന്നു. അതിന് പൊതുവിൽ തന്നെ ഈ സർക്കാരിൽ നിന്ന് തന്നെ അത്തരം ഒരു വിമർശനം വനം വകുപ്പിന് മേൽക്കേണ്ടി വന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ഈ കേസിൽ ജാമ്യം ലഭിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വേടൻ മറ്റ് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. മറ്റു വിലക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇപ്പോൾ നിലനിൽക്കുന്നത് രണ്ട് കേസുകളിൽ, ഒന്ന് കഞ്ചാവ് കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. പിന്നെയുള്ളത്
ഈ വനം വകുപ്പിൻ്റെ കേസിലാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഫോറൻസിക് അതിൽ കൃത്യമായ രീതിയിലുള്ള വിശദാംശങ്ങളും കാര്യങ്ങളും സമർപ്പിക്കുകയും വേണം. തനിക്ക് ഒരു സുഹൃത്ത് സമ്മാനിച്ചതാണിത്, ഇത് ഒറിജിനലാണോ അല്ലയോ, ഈ പുലിപ്പല്ല് സംബന്ധിയായ കാര്യങ്ങളിൽ തനിക്ക് യാതൊരു രീതിയിലുള്ള വ്യക്തതയും ഇല്ല എന്ന് തന്നെയാണ് വേടൻ എന്ന ഹിരൺദാസ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെളിവെടുപ്പ് അടക്കം ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും രീതിയിലുള്ള ഈ സംരക്ഷിത ഇനത്തിൽപ്പെട്ട വന്യമൃഗങ്ങളുടെയും മറ്റും ഏതെങ്കിലും ഭാഗങ്ങൾ കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഇത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ ഏത് രീതിയിലാണ് ആ കേസിനെ ബാധിക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക എന്നെല്ലാം വരും നാളുകളിലാണ് നമുക്കറിയാൻ കഴിയുക. എന്നാലും ഫോറൻസിക്കിൻ്റെ അന്തിമ ഫലം കൂടി വരാനുണ്ട്. നിലവിൽ വേടൻ ജാമ്യത്തിൽ തുടരുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ഫോറൻസിക് ഓഫീസിൽ ചെന്ന് അവിടെ ഒപ്പ് ഇടേണ്ടതാണ്. ഡാനി പോളാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വേടൻ എതിരായിട്ടുള്ള കേസും നിയമ വഴികളും ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ വിവാദങ്ങൾ പക്ഷേ വേടനെ വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ്. നിരന്തരമായ RSS നേതാക്കളുടെയും പ്രതിനിധികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ ഏത് തരത്തിലാണ് ഇത്രത്തോളം വേടന്റെ രാഷ്ട്രീയവും സംഗീതവും ഒക്കെ ഈ വിഭാഗത്തെ, ഈ ചെറുവിഭാഗത്തെ അസ്വസ്ഥരാക്കുന്നത് എന്നുള്ളതാണ് ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വേടനെ ഇതൊന്നും ബാധിക്കില്ല, അവർ വിമർശിച്ചോട്ടെ, തനിക്ക് പാടാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഈ നാട്ടിൽ അവർക്ക് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്, അവർ അത് ചെയ്തോട്ടെ എന്ന് നിലപാട് വ്യക്തമാക്കുകയാണ് വേടൻ.